ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ മിത്ര ബാങ്കിൽ നിന്ന് കിട്ടിയ ആ രസീതുമായിട്ട് നേരെ മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ, നീ എത്തിയോ? കാശെടുക്ക്, ഞാനിത് എടുത്ത് ബാഗിൽ വെക്കാം, എന്നിട്ട് വൈകിട്ട് വരുമ്പം ആരിൻ്റെ കയ്യിൽ കൊടുക്കാം എന്ന് പറയാണ്. അത് പിന്നെ ചേച്ചി കാശ് കിട്ടിയില്ല എന്ന് പറയാം. ക്യാഷ് കിട്ടിയില്ലേ? എന്താ ഉണ്ടായത്? നിൻ്റെ കയ്യിൽ സ്വർണ്ണം വന്നിട്ട് എവിടെ എന്ന് അപ്പം മീന് ചോദിക്കും. ചേച്ചി, അതൊക്കെ അവർ മേടിച്ചു വെച്ചു. ഇന്ന് വൈകുന്നേരത്തേക്ക് ക്യാഷ് റെഡിയാകുള്ളൂ അത്രേ. 10 ലക്ഷം രൂപ കുറച്ച് വലിയ തുകയാണല്ലോ, അതുകൊണ്ട് അവർക്ക് എന്തോ പ്രോബ്ലം വന്നു അത്രേ. അവരെനിക്ക് രസീതൊക്കെ എഴുതി തന്നിട്ടുണ്ട്, പറ്റിക്കത്തൊന്നുമില്ല എന്ന് പറയാം. എങ്കിലും അതെവിടുത്തെ ന്യായമാണ് ഇത്രേ എന്ന് മീന് ചോദിക്കുക. സാധാരണ ഒരു ഫിനാൻസുകാരും ഇങ്ങനൊന്നും സംസാരിക്കത്തില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? അവരെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല ചേച്ചി, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാനും ഇതിന് സമ്മതിച്ചത് എന്ന് പറയാം. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് മീനു അപ്പോൾ പറയാൻ കേട്ടോ. ഇനിയിപ്പം എന്താ നിൻ്റെ പ്ലാൻ എന്ന് മീനു ചോദിക്കും. ഞാനെന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവാം. വൈകുന്നേരം എന്തേലും കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടാം, ട്യൂഷൻ എടുക്കാനുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ക്യാഷ് മേടിച്ച് ഞാൻ മീനു ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് തരാം എന്ന് പറയണം. എന്നാൽ ശരി, നീ എന്നാൽ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് മീനു മിത്രയോട് പറയാം. ചേച്ചി, എനിക്ക് ഒരു ഉപകാരോട് ചെയ്തു തരണം എന്ന് പറയണ. ഇനി എന്ത് ഉപകാരം ചെയ്തു തരേണ്ടത് എന്ന് അപ്പം മീനു ചോദിക്കും കേട്ടോ. അത് ചേച്ചി ആരിനെ ഒന്ന് ഫോൺ വിളിക്കണം, എന്നിട്ട് പറയണം ഇന്ന് ചേച്ചി ക്യാഷുമായിട്ട് വരുന്നുണ്ട്, ആരിൻ്റെ തരാം എന്ന് പറയണമെന്ന് നിർബന്ധിക്കേ. അത് വേണോ എന്നപ്പം മീനു ചോദിക്കും. വേണം ചേച്ചി, അല്ലെങ്കിൽ പെട്ടെന്ന് മീനു ചേച്ചി ഇത്രയും വലിയൊരു തുക കൊണ്ട് ആരിൻ്റെ കയ്യിൽ കൊടുക്കുമ്പം ആരിനത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു സൂചന കൊടുത്തിടുവാണെങ്കിലേ അത് ഉൾക്കൊള്ളാൻ ആരിന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പ്ലീസ് ചേച്ചി എനിക്ക് വേണ്ടി ആരിനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക എന്ന് പറയാൻ കേട്ടോ. അത് വേണോ മോളെ? അവനോട് കള്ളം പറയുന്നത് പോലെ ആകില്ലേ? അത് ചേച്ചി വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറയാം. ഒരുപാട് നന്മയുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമല്ലേ ചേച്ചി എന്ന് അപ്പം കളിയായിട്ട് മിത്ര ചോദിക്കും. അപ്പം മീനു ചിരിക്കും കേട്ടോ. നിനക്ക് വേണ്ടി ഞാൻ ഇതും കൂടി തൽക്കാലം ചെയ്യാം എന്ന് പറയാം. അങ്ങനെയാണ് ആരിനെ വിളിച്ചിട്ട് ചേച്ചി ഫോൺ സ്പീക്കറിലിടണേ, എനിക്ക് ആരിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാലോ. ഓ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ മീനു ആര്യനെ ഫോൺ വിളിക്കുക. എന്നിട്ട് സ്പീക്കറിലിടുകയാണ് കേട്ടോ. ആര്യ, നീ ഇതെവിടെയാ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ബാങ്കിൽ വരെ പോയതാ എടുത്തി എന്താ വിളിച്ചത് എന്ന് ചോദിക്കാം. എന്നിട്ട് ലോൺ റെഡി ആയോ? എവിടുന്ന്? നമുക്ക് ലോണൊക്കെ തരണമെങ്കിൽ ജാമ്യം വേണ്ടേ എടുത്തി എന്ന് പറയാം. ബാങ്കുകാർ പരസ്യം വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ചാക്കുമായിട്ട് അങ്ങ് ചെന്നാൽ മതി, അവരിപ്പോൾ ക്യാഷ് എടുത്ത് കയ്യിൽ തരും. പക്ഷെ ചെന്ന് കഴിയുമ്പോഴാണ് അവരുടെ തനി കുണം അറിയുന്നത് എന്ന് ആര്യം പറയാണ്. കാറിനും ബൈക്കിനും ഒക്കെ എളുപ്പത്തിൽ ലോൺ കിട്ടുമെടുത്തി, പക്ഷെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോഴാണ് ജീവിതം കോഞ്ഞാട്ടയായിട്ട് മാറുന്നേ എന്ന് പറയാം. അപ്പം മീനു പറയും, അത് നീ പറഞ്ഞതിലും കാര്യമുണ്ട് ആര്യ എന്ന് പറയാം. അല്ല ആര്യ, നീ കമ്പനി തുടങ്ങാൻ കെട്ടിടം നോക്കിക്കോ, നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാം എന്ന് മീനു പറയാം. എടുത്തി എന്താ ഈ പറയുന്നേ? എടുത്തി കൂടി എന്നെ ട്രോളാതെ. ലോൺ കിട്ടാത്തത് പിന്നെ സഹിക്കാം, ചില പരിഹാസങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നേ എന്ന് പറയാം. അയ്യോ, ഞാൻ നിന്നെ കളിയാക്കി ല്ല, ഞാൻ എൻ്റെ അനിയനെ പരിഹസിക്കോ? ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. നിനക്ക് ഉടനെ തന്നെ സ്ഥാപനം തുടങ്ങാം എന്ന് മീനാക്ഷി പറയാ. ഏടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാ. ആദ്യം ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ ഒന്ന് കേൾക്കണം. അന്ന് നിനക്ക് വേണ്ടി ഞാൻ PF നിന്ന് ലോൺ എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നതല്ലേ? അന്നത്തെ പ്രശ്നങ്ങളിൽ പെട്ട് അത് പിന്നെയും വിട്ടുപോയി. നീ പറഞ്ഞല്ലോ ഇനി PF നിന്ന് ലോൺ എടുക്കണ്ടെന്ന് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും എന്താ മീനാക്ഷി പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ആര്യനാണ് ശ്രദ്ധിച്ച് കേൾക്കുക. എടുത്തി എന്താ ഉദ്ദേശിക്കുന്നത്? അത് നിനക്ക് വേണ്ടി ഞാൻ PF നിന്ന് ലോൺ എഴുതി കൊടുത്തു എന്ന് പറയാണ്. നിന്റെ വാക്കിനെ നിഷേധിച്ചതല്ല, ഞാൻ നിന്നെ സഹായിക്കണം, നീ എൻ്റെ അനിയനും ഞാൻ നിൻ്റെ ചേച്ചിയും ആണെന്നുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന സഹായമാണ്. അങ്ങനെ നീ ഇതിനെ കരുതാവുള്ളൂ. ആ ലോൺ തുക പാസ്സായിട്ടുണ്ട്, നിനക്ക് എത്രയും വേഗം തന്നെ കിട്ടും. മിക്കവാറും ഇന്ന് വൈകുന്നേരം ലോൺ പൈസ കിട്ടും, ഞാനിത് കൊണ്ടുപോയി തരാം എന്ന് പറയാം. ഒരു ചേച്ചി തരുന്നത് വേണ്ടാന്നാണെങ്കിൽ നീ തിരിച്ചു തന്നേരെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആര്യനാണെങ്കിൽ പറയും, എടത്തി അത് ശരിയാകുമോ എന്ന് ചോദിക്കാം. നീ ഫീലൊന്നും ചെയ്യണ്ട ആര്യ, ഇത് നല്ലൊരു കാര്യത്തിനല്ലേ, നിനക്ക് അർഹതപ്പെട്ട പണമാണെന്ന് തന്നെ നീ വിചാരിച്ചാൽ മതി എന്ന് പറയാം. ഏടത്തി, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു എന്ന് ആര്യം പറയാം. എനിക്ക് വേണ്ടി ഏടത്തി ഇത്രയും സ്നേഹം കാണിക്കുമ്പോഴേ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് ആര്യൻ
മീനുവിനോട് പറയണേ, ഞാൻ നിറഞ്ഞ മനസ്സോടു കൂടി തന്നെ എടുത്തി തരുന്ന ഈ പണം മേടിക്കും, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. നമ്മുടെ പ്ലാൻ ശരിക്കും സക്സസ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ മീനുവിനെ തലയാട്ടി കാണിക്കുകയാണ് കേട്ടോ. പിന്നെ സത്യത്തിൽ ഇന്ന് ഒരു സംഭവം നടന്നേ, ട്രാവൽസ് തുടങ്ങാൻ മറ്റൊരു വഴിക്ക് ഇന്നൊരു അവസരം വന്നിരുന്നതാ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് മിത്രയ്ക്ക് എന്താന്ന് മനസ്സിലാകുന്നുണ്ടേ. പക്ഷേ മിത്രയോട് ഞാനിത് സമ്മതിച്ചില്ല, എല്ലാം മിത്ര പറയും എന്ന് അപ്പം മീനുവിനോട് പറയാം. മീനു അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏടത്തി, താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്, ഞാനേ ഈ സന്തോഷം അമ്മയെ വിളിച്ചൊന്ന് അറിയിക്കട്ടെ എന്ന് പറയാം. ശരി ആയിക്കോട്ടെ എന്ന് മീനു അപ്പോൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ എന്ന് മിത്രയോട് ചോദിക്കുക. ആയി ചേച്ചി, പാവം ആര്യൻ്റെ സന്തോഷം കണ്ടില്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാൻ ചേച്ചി എന്ന് പറയാം. ദേ ഇതാ നിൻ്റെ രസീത്, ഇതുകൂടി കൊണ്ടുവക്കോ എന്ന് പറഞ്ഞ് മീനു അതെടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിത്രയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ദേവമംഗലത്തേക്ക് പോവാണ്. സമയം വരാനിരിക്കുന്ന വലിയൊരു ആപത്ത് നമ്മുടെ മിത്ര അറിയുന്ന പോലും ഇല്ല കേട്ടോ. ആര്യനും മിത്രയും വീട്ടിലെത്തിയിട്ടുണ്ട്. ആര്യനാണ് വളരെ സന്തോഷത്തോടു കൂടി ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണേ. അവർ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ 3 ലക്ഷം രൂപയായിട്ട് ഞാനും വൈഫും കൂടി അങ്ങോട്ട് വരാം, അല്ല എഗ്രിമെൻറ്റ് പേപ്പർ ഓണർ കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ തിരിച്ച് സംസാരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഫർണിഷ് ചെയ്യാനുള്ള ആളുണ്ടോ കയ്യിലെന്ന്. അപ്പോൾ ആര്യൻ അതിന് മറുപടി പറയും, അതെ ഫർണിഷൊക്കെ ഞാൻ ചെയ്തോളാം, അതിനുള്ള ആളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നാളെ അപ്പം 10 മണിയാകുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മിത്രയും ഇരിക്കുന്നുണ്ട്. ആര്യൻ്റെ ഉത്സാഹം കാണുന്ന മിത്രയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുവാണ് കേട്ടോ. പെട്ടെന്ന് ഗോമതി ചായയൊക്കെ ആയിട്ട് അടുത്തേക്ക് വരിക. ഇതാ മോളെ എടുത്തോ എന്നും പറഞ്ഞ് 2 പേർക്കും കൊടുക്കുകയാണ് കേട്ടോ. ആഹാ, രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മേ, നാളെ രാവിലെ 10 മണിക്ക് ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുക്കാം എന്ന് പറയാം. 400 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, പക്ഷെ നല്ല സ്പോട്ടാ, പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന സ്ഥലമാ, പിന്നെ റെൻറ്റ് ഇത്തിരി കൂടുതലാണ്, എന്നാൽ സാരമില്ല, ഈ ഒരു ഏരിയയിൽ അത് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. മിത്രേ, ഫർണിഷിങ്ങിൻ്റെ കാര്യത്തിൽ പരിചയത്തിൽ ആളുണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്, അപ്പം അവരോടും നാളെ രാവിലെ തന്നെ വരാൻ നീ പറ, കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റാക്കിയാൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉദ്ഘാടനം നടത്താം എന്ന് പറയാം. ഫർണിഷിങ്ങിൻ്റെ ആ പുള്ളിയും നാളെ വരുത്താൻ നമുക്ക്, ആരും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഗോമതി പറയും, നിൻ്റെ ആഗ്രഹം എത്രയും വേഗം ക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് ഗോമതി പറയാം. സത്യം പറഞ്ഞ അമ്മേ, മീനാക്ഷി ഏടത്തി വിളിച്ച് ഈ PF-ൻ്റെ ലോൺ റെഡിയായി, 10 ലക്ഷം വൈകുന്നേരം കൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പം ആദ്യം എനിക്കൊന്നും പിടികിട്ടിയില്ല, പക്ഷേ ഏടത്തി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് വേണ്ടാന്ന് പറയാനാ ആദ്യം തോന്നിയത്. പക്ഷേ ഏടത്തിയുടെ ആത്മാർത്ഥതയിൽ എനിക്ക് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. അത്ര സ്നേഹത്തോടെ തരുമ്പം എങ്ങനെയാണ് നിരസിക്കുന്നത് എന്ന് ആര്യം ചോദിക്കുക. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ അറിയാതെ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി എന്ന് ഗോമതിയോട് ആര്യം പറയാൻ കേട്ടോ. പാവം, ഇങ്ങനൊരാളെ ഈ കുടുംബത്തിലേക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് എന്ന് പറയും. അപ്പോൾ ഗോമതിയും പറയും, അത് നീ പറഞ്ഞത് വളരെ ശരിയാ, ആകാശിൻ്റെ ഭാര്യയായിട്ട് മീനു ഇവിടെ വന്ന ദിവസം തന്നെ എനിക്കത് മനസ്സിലായതാ, അത്ര സ്നേഹമുള്ള കുട്ടിയാണെന്ന്. ഇങ്ങനെയൊക്കെ സഹായിക്കാനേ വലിയൊരു മനസ്സ് വേണം എന്ന് പറയാം. അല്ല, ഒരാളുടെ മാത്രം വലിയ മനസ്സല്ല കേട്ടോ, ദേ ഈ ഇരിക്കുന്ന ആൾക്കും വലിയ മനസ്സുണ്ട് എന്ന് പറയാം. ഓ പിന്നെ എനിക്കത്ര വലിയ മനസ്സൊന്നുമില്ല എന്ന് മിത്ര എപ്പോൾ പറയാൻ കേട്ടോ. അപ്പച്ചി, ആര്യ ട്യൂഷൻ ക്ലാസ്സിന് സമയമായി, ഞാനെന്നാ ഇറങ്ങിയേക്കുക എന്ന് പറയാൻ കേട്ടോ. ദേ ആര്യ, ഇന്ന് രാത്രി ആര്യൻ്റെ ട്രീറ്റ് അല്ലേ എന്നപ്പം ചോദിക്കുക. പിന്നല്ലാതെ, അച്ഛനോടും ആകാശേട്ടനോടും എല്ലാവരോടും നേരത്തെ എത്താൻ പറയണം. എടാ, നീ മിത്രയെ കൊണ്ടേ ക്ലാസ്സിലാക്കുക, എന്നിട്ട് മീനുവിനെയും കൂട്ടി വാ എന്ന് ഗോമതി പറയും. 10 ലക്ഷം രൂപയല്ലേ, ഒരു കരുതൽ വേണ്ടേ എന്ന് പറയും. അമ്മ പറഞ്ഞത് നേരാ, ഞാനും വരാം എന്ന് പറയും. പെട്ടെന്ന് മിത്ര പറയും, വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ അച്യുതൻ കാശുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക, കൃഷ്ണമംഗലത്തേക്ക്. രാജശ്രീ, നന്ദിനിയടുത്തി, അമ്മേ എല്ലാവരും വാ, നിങ്ങളൊക്കെ ഇത് എവിടെ പോയി കിടക്കുക. അപ്പം ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരാൻ കേട്ടോ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം എന്ന് രാജശ്രീ ചോദിക്കുക. എന്താടാ, എന്തിനാ നീ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത് എന്ന് ഇന്ദിരാമ്മ ചോദിക്കാം. അമ്മേ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കാം. നീ എന്താടാ ഈ പറഞ്ഞു വരുന്നത്, അത് സംഭവിച്ചു കഴിഞ്ഞമ്മേ, കള്ളനെ കയ്യോടെ പിടികിട്ടി എന്ന് പറയാം. കള്ളനെ കിട്ടിയെന്നോ? ഷോ, ദൈവമായിട്ടാണ് എനിക്കിന്ന് ഫൈനാൻസിൽ പോകാൻ തോന്നിച്ചത്. ഏട്ടൻ കാര്യം പറ, എന്താ സംഭവം എന്ന് ധർമ്മൻ ചോദിക്കാം. അതൊക്കെ ഉണ്ടടാ, അടിപൊളി ഒരു സംഭവമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്, കള്ളനെ ഞാനിന്ന് കയ്യോടെ പൊക്കി എന്നും പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണേ.
എന്നിട്ട് ആ ബാഗ് തുറന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കുക. അപ്പം അച്യുതൻ എന്താ ഈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും നോക്കുക. ദേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് സ്വർണം എല്ലാവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് വെക്കുക. ഇത് കണ്ടോ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും ആ സ്വർണത്തിലേക്ക് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണേ. ഇതിപ്പോൾ എവിടുന്ന എന്നുള്ള രീതിയിൽ സുകന്യ പറയും, ഒയ്യോ എന്തോരം സ്വർണ്ണമാ, ഇത് എവിടുന്ന അച്ചുവേട്ടാ, ഇതൊരു 10-30 പവനെങ്കിലും കാണില്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് നന്ദിനി പറയും, അല്ല അച്യുത ഈ സ്വർണ്ണമൊക്കെ ഇത് എവിടുന്ന എന്ന് ചോദിക്കുകയാണ്. എവിടുന്നാണെന്നൊക്കെ നിൽക്കട്ടെ എന്ന് അച്യുതനപ്പം പറയാം. ദേ ഈ സ്വർണ്ണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഏടത്തിക്ക് ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നന്ദിനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കുക, എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും നന്ദിനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി അതിൽ നിന്ന് ഓരോ മാലകളൊക്കെ എടുത്തു നോക്കുക. അയ്യോ ഇത് മിത്രയ്ക്ക് വേണ്ടി തീർത്ത മുല്ലുമൊട്ടമാലയല്ലേ, ഇത് ഞാൻ പറഞ്ഞ് പ്രത്യേകം ഉണ്ടാക്കിപ്പിച്ച മാലയാ എന്ന് പെട്ടെന്ന് നന്ദിനി പറയാം. അതെ അത് തന്നെയാ ഇത്. അപ്പം രാജശ്രീയും ഓരോരോ മാലകൾ എടുത്ത് നോക്കുക. അത് തന്നെയാ തീർച്ച എന്ന് പറയാം. ദേ ചേച്ചി ഇത് നോക്കിക്കേ എന്ന് രാജശ്രീയും പറയാം. ഇത് നോക്കിക്കേ, ഇത് അവക്ക് വേണ്ടി ഞാനും എടുത്തിയും കൊണ്ട് പോയി മേടിച്ച മാല അച്ചുവേട്ട എന്നും പറഞ്ഞ് രാജശ്രീ ഒരു കാശിമാല എടുത്ത് കാണിക്കുക. ദേ നാഗപട താലി, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാ എന്ന് ഇന്ദിരാമ്മയും പറയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ മാലകൾ പരിചയം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. ഉയ്യോ ഇത്രയും സ്വർണം കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു എന്ന് സുകന്യ പറയുന്നു. ഇതൊക്കെ ഏതോ കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ, ഇതെങ്ങനെയാ അച്യുതൻ്റെ കയ്യിൽ കിട്ടിയത് എന്ന് നന്ദിനി അപ്പം ചോദിക്കുക. ആ ഏതോ കള്ളനാണെന്ന് ആരാ പറഞ്ഞ് എടത്തി എന്ന് അച്യുതനപ്പം ചോദിക്കുക. നീ എന്താണെന്ന് വെച്ച് തെളിച്ച് പറയണ്ട അച്യുത, കള്ളനെ തൊട്ടടുത്ത കപ്പലിൽ തന്നെ ഉണ്ട്, ആ ദേവമംഗലത്തോ എന്ന് അപ്പം നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ. ദേവമംഗലം എന്ന് കേൾക്കുമ്പം നമ്മുടെ അനുശ്രീയും ഞെട്ടലോടുകൂടി തന്നെ പറയാം. എന്തൊക്കെയാടാ നീ ഈ പറയുന്നേ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. ഈ പണ്ട് മോഷ്ടിച്ചതേ പുറത്തുനിന്ന് വന്ന കള്ളനോ കൊള്ളക്കാരോ ഒന്നുമല്ല എന്ന് പറയാം, ആ ദേവമംഗലത്തെ ബാലനും അവൻ്റെ മകനും ആര്യനും കൂടിയാ എന്ന് അച്യുതൻ പറയാം. അത് കേൾക്കുന്ന അനുശ്രീ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുക. എന്തൊക്കെയാ നീ ഈ വിളിച്ചു കൂവി പറയുന്നത് എന്ന് ചോദിക്കുക. അതായത് അനുശ്രീയുടെ അച്ഛനും ഏട്ടനും ചേർന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് എന്ന് പറയണം കേട്ടോ. അവരോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ തല താഴ്ത്തി നമ്മുടെ അനുവും നിൽക്കുകയാണേ. ബാലനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ബാലൻ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഇന്ദിരാമ്മ പറയാം. ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മേ അനാവശ്യം? അമ്മേ ഈ മോനെ അടിച്ചിറക്കി വിട്ടവനല്ലേ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൻ, നമ്മുടെ കടയിൽ വെറും എടുത്തുകൊടുപ്പുകാരനായി വന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ പെണ്ണിനെയും കട്ടോണ്ട് പോയി തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് നാണമില്ലാതെ ജീവിക്കുന്നവനല്ലേ അവൻ. അവനെ പറ്റി അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നി? ഇതൊക്കെ ചെയ്ത ആ നന്ദിയില്ലാത്ത നെറുകെട്ടവന് സ്വർണം മോഷ്ടിക്കാനാണോ ഇത്ര മടിയിരിക്കുന്നത് എന്ന് അച്യുതൻ എല്ലാവരോടുമായിട്ട് ചോദിക്കാം. അപ്പോൾ രാജശ്രീയും പുച്ഛത്തോടെ അത് ശരിയാ അച്ചുവേട്ട എന്ന് പറയാം. ആര്യൻ മിത്രയെ കടത്തിക്കൊണ്ട് പോയതിന് ആ ബാലൻ തന്നെ ഒത്താശ ചെയ്തത്, അവൻ അത്ര നെറുകെട്ടവൻ തന്നെയാ എന്ന് പറയാൻ കേട്ടോ. അപ്പം എന്ത് മറുപടി പറയണമെന്നറിയാതെ അനുശ്രീ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. വീട്ടിൽ നിന്ന് വരുമ്പം സ്വർണം കൂടി എടുക്കണമെന്ന് ആര്യനെ കൊണ്ട് അവൻ മിത്രയോട് പറയിച്ചു, അത്ര തന്നെ. മിത്ര പാവം അതങ്ങ് അനുസരിച്ചു. എങ്കിലും അപ്പം അനുശ്രീ പറയും, അങ്കിൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല, പക്ഷേ അച്ഛനോ ഞങ്ങളുടെ വീട്ടിലോ ആരെങ്കിലും അന്യരുടെ 5 പൈസ പോലും മോഷ്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് അനുശ്രീ പറയാണ് കേട്ടോ. അപ്പം അലോക് പറയും, അതെ ഇതൊക്കെ അച്ഛനും വെല്ലിച്ചനും കൂടി അങ്ങ് തീരുമാനിച്ചോളൂ, നമ്മൾ അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് അനുശ്രീയോട് പറയും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, അതിന് നിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്ന് അനുശ്രീയോട് അപ്പം അച്യുതൻ ചോദിക്കുകയാണ് കേട്ടോ. അല്ല അപ്പുറത്തേക്ക് ചെന്നെന്നും പറഞ്ഞ് നിന്റെ തലയിലൂടെ വെള്ളം എടുത്തൊഴിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അപ്പം അനുശ്രീയോട് അച്യുതൻ പറയാം. അല്ല നിന്നെ മകളായിട്ട് പോലും ഇപ്പം കാണുന്നില്ല. അത് കേൾക്കുന്ന സുകന്യ പറയും, മോളെ വലിയവരുടെ കാര്യത്തിൽ പിള്ളേർ അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട, ഇത് വലിയവർ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങളെ പാതിരാത്രിയിൽ ഇറക്കി വിട്ട ആളാ, എന്തും ചെയ്യും എന്ന് സുകന്യയും പറയാം. അല്ല അതൊക്കെ നിൽക്കട്ടെ, ഇതെങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ വന്നു എന്ന് ധർമ്മനപ്പ ചോദിക്കും. അത് ഞാൻ പറയാം, ദേവമംഗലത്ത് കാശിന് എന്തോ അത്യാവശ്യം പണയം വെക്കാൻ വേണ്ടിയിട്ട് മിത്രയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ ആ ബാലൻ. ഞാൻ ആ ഫിനാൻസിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്ത്രപരമായിട്ട് ഞാൻ ഇതിങ്ങ് കൊണ്ടുവന്നു, അത്ര തന്നെ. പക്ഷേ ഏട്ടാ ഈ സ്വർണ്ണാഭരണം ദേവമംഗലത്ത് കിട്ടിയിട്ടില്ല, അതാ ഞാനും പറഞ്ഞു എന്ന് അനുശ്രീ അപ്പം പറയും. നീ മിണ്ടണ്ട എന്ന് അനുശ്രീയോടൊപ്പം അച്യുതൻ പറയും കേട്ടോ. എടാ
കള്ളനാക്കി നിന്നെ അടിച്ചിറക്കി വിട്ടിട്ടും നിനക്കിപ്പോഴും ദേവമംഗലത്തോടല്ലേ കൂറ് എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കൂറുമില്ല എൻ്റെ ഏട്ടാ, പക്ഷെ അവിടെ കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ബാലൻ ഒരിക്കലും കള്ളത്തരത്തിന് കൂട്ട് നിൽക്കില്ല, അക്കാര്യം എനിക്ക് ഉറപ്പാ എന്ന് ഇന്ദ്രമ്മൻ പറയാം. നിങ്ങളെല്ലാവരും തലയിൽ കയറ്റി വെച്ചോ, കൃഷ്ണമംഗലത്തെ അസ്ഥിവാരവും കൈക്കോലും ഒക്കെ അവൻ പൊളിച്ചോണ്ടങ്ങൊരു പോക്ക് പോകും. അപ്പോഴും നിങ്ങൾ പറയും അവൻ പാവമായിരുന്നു അല്ലേ അമ്മേ എന്ന് ചോദിക്കാൻ കേട്ടോ അച്യുതൻ. അപ്പം നന്ദിനി എന്തു മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. ദേ, എന്നെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരം തന്നെയാണ്. ഞാൻ എന്തായാലും ഇത് അവിടെ ചെന്ന് ചോദിക്കുക തന്നെ ചെയ്യും. ഇത്രയും നാറിയ പ്രവൃത്തി ചെയ്തിട്ട് സത്യസന്ധനായിട്ട് ഞെളിഞ്ഞു നിൽക്കുവാണല്ലോ ആ ബാലൻ. അല്ല, ഏട്ടൻ എവിടെ? അപ്പം നന്ദിനി പറയും, ഏട്ടൻ ഇവിടെ ഇല്ല. പെട്ടെന്ന് ആരോ വിളിച്ചിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയിരിക്കുക. ഓ, ഏട്ടനപ്പോൾ ഇവിടെ ഇല്ല അല്ലേ? ശരി, ഏട്ടൻ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എങ്ങോട്ട് പോകാൻ എന്നപ്പം ഇന്ദ്രമ്മ ചോദിക്കും. ദേവമംഗലത്തേക്ക്. അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിക്കണ്ടേ, ഇത് അറിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ ശരിയാകുമോ? വേണ്ട അച്യുത, വഴക്കും ബഹളം ഒന്നും വേണ്ട എന്ന് ഇന്ദ്രമ്മയും അനുശ്രീയും കൂടി പറയും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചോദിക്കാൻ പോവാം. അപ്പോൾ അനുശ്രീ മുന്നിലേക്ക് കയറി നിൽക്കും. അങ്കിൾ പ്ലീസ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയാം. അപ്പോൾ അലോക് പറയും, ചോദിക്കണം അച്ഛാ, അവന്മാരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ ധർമ്മനും പറയും, ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഒരു പ്രശ്നത്തിന് പോകണ്ട. അപ്പോൾ അനുശ്രീ വീണ്ടും പറയും, വഴക്കും പ്രശ്നമൊന്നും വേണ്ട എന്ന് പറയണേ. ഇനി നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇത് മോഷ്ടിച്ചത് എന്ന് അപ്പം അനുശ്രീയോട് ചോദിക്കാം. ദേ നോക്കാച്ചുതാ, അനുശ്രീ ഒന്നും പറയരുത്, ഞാനൊന്നും പറയുന്നില്ല ഇവളോട്. എനിക്ക് പറയാനുള്ളത് അവനോടാ, ആ ബാലനോട്. ഞാൻ അവനോട് ചോദിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ദേവമംഗലത്തേക്ക് പോവാണ് കേട്ടോ. എന്ത് ചെയ്യുമെന്നറിയാതെ തലയ്ക്ക് കൈയും കൊടുത്ത് നമ്മുടെ അനുവും അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആകെ പുകഞ്ഞാണ് നിൽക്കുന്നത്. ഇതേ സമയം ദേഷ്യത്തോടു കൂടി മുണ്ടും മടക്കി കുത്ത അച്യുതൻ പോകുന്നത്. എടാ അച്യുത, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, അമ്മ മിണ്ടിപ്പോകരുത്. ഇതിനെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇനി ഇങ്ങോട്ടുള്ളൂ എന്ന് അച്യുതൻ പറയാണ്. അപ്പം രാജശ്രീയും അമ്മയോട് പറയും, ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് നമ്മളത് ചോദിക്കാതിരിക്കുന്നത് ശരിയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം നമ്മളിത് അറിഞ്ഞെന്ന് അവരോ ഉറപ്പായിട്ടും അറിയിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും അവർ കള്ളത്തരങ്ങൾ ചെയ്യും എന്ന് പറയാം. അപ്പം നന്ദിനിയും പറയും, നമുക്ക് കാര്യം ചോദിക്കാം, പക്ഷെ അതിങ്ങനെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചിട്ട് വേണോ? നാട്ടുകാരെ അറിയിക്കട്ടെ, ഇത്രയും കാലം മറിഞ്ഞു കിടന്നതൊക്കെ വെളിച്ചത്ത് വരട്ടെ, ബാലൻ്റെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർ മുഴുവനും അറിയട്ടെ എന്നും പറഞ്ഞ് ദേവമംഗലത്തേക്ക് ഗേറ്റ് തുറന്നൊരു പോക്കാട്ടോ. എടാ ബാല, ഇറങ്ങി വാടാ എന്നും പറഞ്ഞ് അച്യുതനാണെങ്കിൽ അവിടെ വിളിച്ചു പോവാ. നിന്റെ സകല തരികിട ഞാനിന്ന് കയ്യോടെ പൊക്കിയടാ, നിന്നെ ഞാനിന്ന് പൊളിച്ചടുക്കും. കള്ള, ബാല, ഇറങ്ങി വാടാ. അയ്യോ, ഇത് അച്യുതേട്ടൻ്റെ ശബ്ദമാണല്ലോ എന്ന് അപ്പം ഗോമതി ആരിനോടും നമ്മുടെ മിത്രയോടുമായിട്ട് പറയുകയാണേ. അച്യുത, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് അപ്പം ഇന്ദ്രമ്മ വീണ്ടും പറയാം. സമാധാനമോ? എടാ നിന്നെ തന്നെ ബാല ഞാൻ വിളിക്കുന്നേ, ഇറങ്ങി വാടാ. വീട്ടിൽ കയറി ഒളിച്ചിരിക്കുവാണല്ലേടാ കള്ള, പെരും കള്ള. എവിടെയാടാ നീ? പുറത്തോട്ട് വാടാ നാണം കെട്ടവനെ എന്നൊക്കെ വിളിച്ചു പോവാം. അപ്പം ഗോമതി മുന്നിലോട്ട് കയറി ചെല്ലാം. എന്തിനാ ഈ വീടിൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ബഹളവോ? ബഹളം തുടങ്ങിയിട്ടില്ല ഗോമതി, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഈ അച്യുതൻ. എവിടെ നിന്റെ പുണ്യാളനായ ഭർത്താവ്? ബാലേട്ടനോ? ആ അതെ, മഹാനായ നിന്റെ ആ കോലേട്ടനെ അങ്ങ് വിളിക്കുക. ബാലേട്ടൻ ഇവിടെ ഇല്ല, കടയിൽ പോയിരിക്കുക. ഹോ, അവൻ്റെ ഷോപ്പിംഗ് മോളിൽ പോയിരിക്കുവാണല്ലേ എന്ന് അച്യുതൻ കളിയാക്കലോട് കൂടി പറയുകയാണേ. അത് കേൾക്കുന്ന രാജശ്രീയും പുച്ഛത്തോടെ ചിരിക്കുക. സാരമില്ല, അവൻ ഇവിടെ വരട്ടെ, കാര്യം അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കണ്ടേ. എന്തിനാ ബാലേട്ടനെ വിളിച്ച് വരുത്തുന്നേ? ആദ്യം അവൻ വരട്ടെ, എനിക്ക് അവനോടാ പറയാനുള്ളത്, അല്ലാതെ നിന്നോടല്ല. എങ്കിൽ പിന്നെ ഈ മുറ്റത്ത് വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ബാലേട്ടൻ ആ കടയിലുണ്ട്, കടയിൽ പോയി സംസാരിക്കുക എന്ന് പറയാം. അവനെ അന്വേഷിച്ചേ ഞാൻ അങ്ങോട്ട് പോകില്ല, അവൻ ഇവിടെ വരണം. അവനെപ്പോലൊരു പെരുങ്കള്ളൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ അത്ര ഗതി കെട്ടിട്ടൊന്നുമില്ല കൃഷ്ണമംഗലത്തെ അച്യുതൻ. മാനതയുടെ മുഖംമൂടിയിട്ട് ഇത്രയും കാലം തലയുയർത്തി നടന്നില്ലേ, ആ മുഖംമൂടി ഇന്ന് അഴിഞ്ഞു വീഴാൻ പോകുക. അതിവിടെ എല്ലാവരും കാണും. ദേ അച്ചുവേട്ടാ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് ഗോമതി പറയാം. ആ പെരുങ്കള്ളന് വേണ്ടി നീ എന്തിനാടീ വാദിക്കുന്നേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും കാര്യം അറിയാതെ ഗോമതി നിൽക്കുക. വിളിക്കടി അവിടെ, ആ കള്ളനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. ദേ, എൻ്റെ ബാലേട്ടനെ നിങ്ങൾ എന്താ വിളിച്ചത്? കള്ളനെന്നോ? ഗോമതി ദേഷ്യത്തോടെ ചോദിക്കുക. എൻ്റെ ബാലേട്ടനെ 1 രൂപ പോലും മോഷ്ടിക്കില്ല, നിങ്ങൾ എൻ്റെ ഏട്ടനാ എന്നും കരുതി എൻ്റെ ബാലേട്ടനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞാനുണ്ടല്ലോ വെറുതെ കേട്ട് നിൽക്കില്ല. ഹോ, നിന്റെ ഒരു ബാലേട്ടൻ. എടി ഗോമതി, നിനക്ക് ഇപ്പോഴും അവൻ്റെ തനി കൊണ മനസ്സിലായി? വർഷങ്ങളായി കൂടെ ജീവിക്കുന്ന എനിക്കാണോ എൻ്റെ ഭർത്താവിനെ അറിയില്ലെന്ന് പറയുന്നത് എന്ന് ചോദിക്കാം. അതാ ഉള്ളത് തന്നെയാ, അത് തന്നെയാടി സത്യം. നിന്റെ കാര്യത്തിൽ എനിക്ക് സത്യത്തിൽ സഹതാപമുണ്ട്. നീ കണ്ടത് ബാലൻ്റെ ഒരു മുഖം മാത്രയാ, അവൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്കേ അറിയൂ.
കുറെ നേരമായിട്ട് ഞാൻ ക്ഷമിക്കാം, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോ എന്ന് ആരും ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കാം. ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? മിത്രയുടെ കൊച്ചനാണെന്ന പരിഗണനയൊന്നും ഞാൻ തരില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? തല്ലുവോ? തല്ലടാ, നീ എന്നെ തല്ലടാ എന്നപ്പോഴത്തേക്കും അച്യുതൻ പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ധർമ്മനും സുകന്യൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നില്ല, വീട്ടിൽ നിന്നാണ് ഇതെല്ലാം നോക്കുന്നത്. ദേ, വെറുതെ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, എന്നാൽ നിന്റെ ക്ഷമ പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് അച്യുതൻ പറയാം. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് കാണുന്ന ധർമ്മൻ പെട്ടെന്ന് കൃഷ്ണമംഗലത്ത് നിന്നും അടുത്തേക്ക് ഓടിച്ചെല്ലുക. നിന്റെ അച്ഛനുണ്ടല്ലോ, അവൻ മറ്റുള്ളവരുടെ പണവും സ്വത്തും തന്ത്രത്തിൽ അടിച്ചു മാറ്റുന്നവനാടാ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ആരെയും അങ്ങ് മാറി നിന്നേ എന്ന് ധർമ്മനപ്പം പറയാം. മാമ, മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത് എന്ന് അപ്പം ആര്യനോട് ധർമ്മം പറയാൻ കേട്ടോ. മാമൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ബഹളത്തിന് ആരും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് അപ്പം ഗോമതി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന കാണുന്ന നന്ദിനിയും ഇന്ദിരാമയും ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതേ സമയം ധർമ്മൻ അച്യുതനോട് പറയും, അച്യുവേട്ടാ, സംസാരിക്കാനുള്ളത് സംസാരിച്ചോ, പക്ഷെ കയ്യാങ്കളിയൊന്നും വേണ്ട. എടാ ധർമ്മ, നീ എന്തിനാടാ ഇതിനിടയിലേക്ക് കയറി വരുന്നത്? നിന്നോട് അവർ ചെയ്തതൊക്കെ നീ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല അച്യുവേട്ടാ, ഒട്ടും മറക്കാൻ പോകുന്നുമില്ല എന്ന് പറയാം. പിന്നെ എന്തിനാടെ ഇവർക്ക് വേണ്ടി നീ വാദിക്കുന്നത്? നിന്നെ കള്ളനെന്ന് മുദ്ര കുത്തി 25,000 രൂപയുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നാറുകളല്ലേടാ ഇവര്. ഏട്ടാ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല, പക്ഷെ സത്യം തെളിയുന്നത് മുന്നേ ഞാൻ ആരെയും കുറ്റവാളിയാക്കാനും തയ്യാറല്ല. എൻ്റെ പൊന്നു ധർമ്മ, നീ ഇപ്പോഴും ആവശ്യമില്ലാതെ ഇവരെയൊക്കെ വിശ്വസിക്കുക. സാരമില്ല, നിന്റെ ആ വിശ്വാസം ഇന്നത്തോടു കൂടി ഞാൻ തീർത്തു തരാം. ഇന്നത്തോടു കൂടി ഈ ദേവമംഗലത്തുള്ള എല്ലാവരുടെ യഥാർത്ഥ സ്വഭാവം നീ കാണും. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അല്ല, ബാലേട്ടൻ നിങ്ങളോട് എന്തു ചെയ്തു എന്ന് ഗോമതി ചോദിക്കാം. ബാലൻ വരട്ടെ, അവൻ്റെ മുഖത്ത് നോക്കി തന്നെ ഞാനത് പറയാം. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും എൻ്റെ ബാലേട്ടനെ ഞാൻ സംശയിക്കില്ല. അത്ര ഉറപ്പാണോ? ഉറപ്പാ എന്ന് ഗോമതി പറയും. എങ്കിൽ വിളിക്ക്, അവൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയണേ. ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് അവൻ തന്നെ പറയട്ടെ, അപ്പോൾ അറിയാലോ. ശരി, ഞാൻ എൻ്റെ ബാലേട്ടനെ വിളിക്കാം എന്ന് ഗോമതി പറയാം. വേഗം പോയി വിളിക്കടി, പിന്നെ നീ എന്തിനാടി ഇങ്ങനെ വൈകുന്നത് എന്ന് ചോദിക്കാം. ഇതേ സമയം മിത്ര ആകെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. മിത്രയുടെ ടെൻഷൻ ആരിൻ്റെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. എന്നിട്ട് അച്യുതൻ നേരെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. എന്തിനാ ഞാനിവിടെ വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് മോൾക്കറിയണോ എന്ന് ചോദിക്കാൻ കേട്ടോ. മിത്രയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. കാരണം അച്യുതൻ്റെ കയ്യിലിരിക്കുന്ന ആ കവറ് തന്നെ. എന്താ മോളെ, അറിയണോ? ദേ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ കവറ് മുന്നോട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് മിത്രയുടെ മുന്നിലേക്ക് വെക്കുക. അത് കാണുന്ന മിത്ര ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ, എന്തു മറുപടി പറയണമെന്നറിയാതെ. ഇതേ സമയം നന്ദിനിയും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ എന്ന് പേടിച്ച് ഇന്ദിരമ്മയെ പിടിച്ചു നിൽക്കുക. സ്വർണ്ണാഭരണങ്ങൾ കാണുന്ന മിത്ര എന്ത് മറുപടി പറയണം? ആര്യൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. മോള് ഈ സ്വർണം കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുക. എന്താ ഇതിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? മോക്ക് പരിചയമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.